സഹായിച്ച പോലെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ മരുഭൂമിയിൽ തിരക്കേറിയ ജീവിത യാത്രയിൽ പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങളുടെ അനുഭവങ്ങളെ കാണുവാനായിത്തീരുന്ന അതിൻ്റെ മധ്യേ നമുക്ക് ആരോഗ്യത്തോടെ കടന്നു ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു ദൈവത്തെ സ്തുതിക്കുകയും എത്രയോ നമ്മുടെ പ്രായമുള്ള ജീവിതങ്ങൾ യാത്ര ചെയ്തപ്പോൾ ആ യാത്ര അവർക്ക് അവസാനിപ്പിക്കുവാൻ കഴിയാതെ വഴിയിൽ വെച്ച് പട്ടു. എത്രയോ യൗവനക്കാര് സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റുവാൻ കഴിയാതെ കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവം നമ്മളോട് ചെയ്ത കരുണയോർ ദൈവത്തെ സ്തുതിപ്പാൻ ഈ സഭ ഒരനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമ്മുടെയായി തീരുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാനൊക്കെ നമ്മുടെയായി ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാടി ഈസ്റ്റ് സെന്ററിൽ ഉൾപ്പെട്ട ഒരു ദൈവസഭയാണ് സഭ. ഈ സഭയുടെ സിയോൻ ഞാൻ പോയിട്ടുള്ളത് ഓർക്കുന്നു. പക്ഷേ സിയോൻ എന്ന് പറയുന്ന സഭ ഇപ്പോൾ 2-3 അതുകൊണ്ട് ഏതാണെന്ന് ഉണ്ടെന്ന്. അപ്പൊ ഈ സിയോൻ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി വരുവാൻ ഇടയായി തരട്ടെ. എനിക്ക് പിന്നാലെ പ്രസംഗിക്കുവാൻ താങ്കളുടെ ദാസൻ എനിക്ക് ദൈവങ്ങളെ സംസാരിപ്പാൻ ഇടയായി തീരും. എനിക്ക് ലഭിച്ചതായ സമയത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോന്നും പറയുവാനാണ്. നമ്മുടെ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ വളരെ ഒരു വലിയ സഭയായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിമേൽ ഒരുപാട് ഓളങ്ങളും തിരമാലകളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയും അതൊന്നും നമുക്ക് കാര്യമല്ല. ദൈവം നമ്മുടെ സഭയെ ദൈവം വളർത്തുവാൻ ഇടയായി. അല്പനേരത്തെ വേദചിന്തനത്തിനായി ഒരു വേദാംശമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 50-ാം വാക്യം. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും വഴികളുടെ വീണ്ടെടുപ്പുകാരുമാണ് യേശു ക്രിസ്തുവിന്റെ തൃപ്പാദമെടുത്തെങ്കിൽ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച മക്കളാൽ ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെയോളം ദൈവം ഞങ്ങളെ നടത്തി. കർത്താവ് ഞാൻ വേണ്ടതായ ആലോചനകളെ നൽകി. കർത്താവ് മരുഭൂമിയിൽ ഞാൻ തളർന്നു പോകാതെ ദൈവത്തിന്റെ വചനത്താൽ ഞങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ രാത്രിയിൽ കർത്താവെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സഭയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ, ഇവിടെ കൂടി വരുന്ന ജനത്തിന്റെ അനുഗ്രഹമായി തീരുവാൻ, ഈ ദേശത്തിന്റെ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗ്ഗം റെഡിയാക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരു സാന്നിധ്യം കർത്താവെ സഭയ്ക്കകത്തുള്ളതിനായി സ്തോത്രം. ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിത്യമായി സംസാരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പ്രകാരമാണ് വായിപ്പാൻ ഇടയായത്. സ്നേഹിത, നീ വന്ന കാര്യം എന്തോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ അവതരിക്കുവാനിടെ മനുഷ്യനായി അവൻ അവതരിച്ചു. 33.5 വയസ്സുവരെ താൻ ഈ ഭൂമിയിൽ നടക്കുകയും 3.5 വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ചെയ്ത മരിച്ചവരെ ഉയർപ്പിച്ച് അവസാനമായി പിതാവായ ദൈവം തനിക്ക് കൊടുത്ത ദൗത്യം പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവിന്റെ ആ അന്ത്യ നിമിഷങ്ങളിലേക്ക്, അന്ത്യ സമയങ്ങളിലേക്ക് വന്നു കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ വാക്ക് സംസാരിച്ചത് ഇസ്കരിയാത്ത യൂദായോടാണ്. യേശു കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കാതിരിക്കുന്ന ആ മനുഷ്യനെ പോലും ആ സമയത്ത് വെറുത്തുകൊണ്ടല്ല സംസാരിച്ചത്, സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ടാണ്.
തന്നെ കാണിച്ചു കൊടുക്കാൻ പോകുന്നവനായ ആ വ്യക്തിയെ കർത്താവിന് മുമ്പേ അറിയാവുന്നത് കൊണ്ടും കർത്താവ് പറയാതെ സ്നേഹിത നീ വന്ന കാര്യമുണ്ടോ? ഇന്ന് രാത്രിയിൽ ഈ സിയോൻ സഭയിൽ വന്നിരിക്കുന്ന നാം ഓരോരുത്തരോടും ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സ്നേഹിത മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നമ്മൾ അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. യൂദ ഉത്തരം പറഞ്ഞില്ല. യൂദ ഒരു ചുംബനമാണ് കൊടുത്തത്. അത് നേരത്തെ മുമ്പേ അത് പറഞ്ഞു വെച്ചിരുന്നു. ഞാൻ ആരെ ചുംബിക്കുമോ അവനാകുന്നു യേശു എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത ഒരു ചുംബനമായി. എന്നാൽ ഇന്ന് പറയട്ടെ, രാത്രി പറയട്ടെ, നമ്മളോട് ദൈവം ഈ രാത്രി ചോദിക്കുക, മകനെ മകളെ, നീ എന്തിനാണ് എന്റെ അടുക്കൽ വന്നിരിക്കുന്നത്? നമുക്ക് പറയുവാൻ കഴിയട്ടെ. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യം. 33:13. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണം. നോക്കണം, ഒരു ന്യായപ്രമാണത്തിലെ വീണ്ടെടുപ്പുകാരനെന്ന് വിശേഷിക്കപ്പെടുന്ന മോശ ദൈവത്തോട് ചോദിക്കുന്ന ഒരു വഴിയാണ് കാര്യം പറയാണ്, നിന്റെ വഴി എന്നെ ഒന്ന് കാണിക്കണം, അല്ലെ എന്നെ അറിയിക്കണം, എന്നെ ഒന്ന് അറിയിക്കണമേ. ഇന്ന് രാത്രിയിൽ നമുക്കും അത് പറയുവാൻ എങ്ങനെ മോശ പറഞ്ഞതുപോലെ ഒന്ന് വായിക്കാം. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണം. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവ മക്കളാണ് എനിക്ക് നമുക്ക് പറയാനുള്ളത്. താവേ, അവിടുത്തെ വഴി അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വഴി അറിയില്ല, കർത്താവേ ഞങ്ങളെ വഴി അറിയിക്കണം എന്ന് മോശ ദൈവത്തോട് പറയുവാണ്ടാക്കാൻ അവിടെയായിരുന്നു. അങ്ങനെ ആ വഴി അറിയാനതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ തന്ത്രപ്പെട്ട് വരുവാണ്ടാക്കാൻ അവിടെയാണ്. വിവിധമായ ജോലികൾ ചെയ്ത് ക്ഷീണിച്ച് ഇവിടെ കടന്നു വന്നതിന്റെ കാര്യം ദൈവത്തിന്റെ വഴി അറിയുവാൻ, ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നതെന്ന് കേൾക്കുവാൻ നമ്മളിവിടെ കടന്നു വന്നിരിക്കാം. വായിക്കാം. എന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഒന്ന് അറിയുമാറാകട്ടെ. നമുക്ക് ദൈവത്തെ ഒന്ന് അറിയേണ്ടതുപോലെ അറിയണം. മനസ്സിലായി? നമ്മളെല്ലാവരും യേശുവിനെ അറിയാം, പക്ഷെ യേശു നമ്മളെ അറിയാം. അവിടെയാണ് വ്യത്യാസം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ടി വിയിലും നമ്മുടെ മൊബൈലിലും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയാണ്. അത് ലോകത്തെല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇത് ചെയ്യാം, മോദിയെ അറിയാം. പക്ഷെ മോദിക്ക് നമ്മളെ അറിയാൻ പറ്റില്ല. നമ്മളെ വ്യക്തിപരമായി മോദിക്ക് അറിയാവോ? വേണ്ട. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് ചെയ്യാം, വ്യക്തിപരമായി നമുക്ക് അറിയാം. അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയും നമ്മള് കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ നമ്മളെ അറിയിച്ചില്ല. ഇതുപോലെ ഞാനും നിങ്ങളും യേശുവിനെ നമ്മൾ അറിയുന്നുണ്ടോ? യേശു നമ്മളെ അറിയുന്നുണ്ടോ? ദൈവം നമ്മളെ അറിയുന്നുണ്ടോ? അതാണ് നമുക്ക് ഈ ദിവസത്തിൽ അറിയേണ്ടത്. നമ്മൾ എടുത്തിരിക്കുന്ന പുസ്തകത്തിൽ ദൈവത്തിന്റെ വഴി കിടപ്പുണ്ട്, ദൈവത്തിന്റെ അള്ളപ്പാട് കിടപ്പുണ്ട്. ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ അള്ളപ്പാട് നമുക്ക് കേൾക്കുവാണ്ടാക്കാൻ നമ്മൾ വിചാരിക്കണം. വായിക്കാൻ സമയം പോകുന്നു. എന്തോ ഒന്ന് നോക്കാം. ഈ ജാതി നിന്റെ ജനമാ. ഓർക്കണം, അവിടെ നമുക്ക് നിന്ന് സംസാരിക്കണം. ഈ ജാതി നിന്റെ ജനമാ എന്നൊന്ന് ഓർക്കണം. ഇന്ന് രാത്രി നമുക്ക് പറയുവാനിടയായി തീരട്ടെ, ദൈവമേ ഞങ്ങളെ ഒന്ന് ഓർക്കണം, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ദൈവം അറിയണം. കർത്താവേ, ഞങ്ങൾ നിന്നോ അങ്ങയോട് വിളിക്കുന്ന നിലവിളിക്കുന്ന വിഷയത്തിന് കർത്താവേ ഇറങ്ങി വരണം. ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ നീ ഓർക്കണമേ. കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ ജനമേ പറയട്ടെ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങളെ ഒന്ന് ഓർക്കണമേ. ഞങ്ങളുടെ സ്ഥിതികൾക്കൊന്ന് മാറ്റം വരുത്തണമേ. ഞങ്ങളുടെ സഭയുടെ അതിരുകളെ നീ വിശാലതയിലേക്ക് നടത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിയണം.
ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയം കർത്താവേ അവിടുന്ന് ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി വിടുതലുകൾ നീ അയക്കണം. മോശ പ്രാർത്ഥിക്കുകയും മോശ ദൈവത്തോട് ചോദിക്കുക. നമുക്ക് ചോദിക്കുവാൻ അവകാശമുണ്ടോ? ദൈവേശു ചോദിക്കുക, മകനെ മകളെ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അവിടുത്തെ വഴി അറിയാനാ. ഒരു കാലഘട്ടങ്ങളിൽ ഇരുട്ടിന്റെ അധികാരത്തിലൂടെ ഞാൻ നിങ്ങൾ കടന്നവരാ. നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ പദത്തിലും അല്ലെങ്കിൽ അതുപോലെ ദൈവത്തെ അറിയാത്ത ചില ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് നമ്മളെ വിളിച്ചു. അവന്റെ സ്നേഹത്തിന്റെ വഴി നമ്മളെ അറിയിപ്പാണ്ടവൻ അവിടെയായി. അവൻ കർത്താവ് നമ്മളെ വഴി അറിയിച്ചത് കൊണ്ട് നമുക്ക് ഈ സത്യപാതയിൽ വരുവാനിടയായി. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം ദൈവം നമുക്ക് നൽകുവാണ്ടവൻ അവിടെയായി ചേർന്നു. അപ്പോൾ ദൈവത്തോട് നമുക്ക് നൽകുവാണ്ടവരുടെ തരട്ടെ. പിന്നെ 17ാമത്തെ വാക്യം വായിച്ചു. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. പോലെ മോശയെ നീ ചോദിച്ചതിന് മറുപടി വീണ്ടും തരാൻ പോകുക എന്ന് നീ പറഞ്ഞ് നീ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുക. പോലെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോട് പോരണം, നമ്മുടെ ഭവനത്തിലേക്ക് പോരണം. വേണ്ടേ? എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുക. അതുകൊണ്ട് ദൈവത്തിന് വലുത് നമുക്ക് പറയുന്നത് വിളിയേറ്റേ കർത്താവേ എന്നെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിതികളെ അറിയുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടുകൂടെ പോരുക, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോരുക, നിന്റെ ദുഷ്ടത്തിലേക്ക് ഇറങ്ങി വരാൻ പോവുക. ആദ്യം കൂടി ദൈവത്തിന് ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവവൈദ്യരെ മനുഷ്യ സ്വസ്ഥത നൽകിയാൽ താൽക്കാലികമാണ്. നിനക്ക് സമാധാനം പറയാൻ സമാധാനിപ്പിക്കാൻ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ സമാധാനിപ്പിക്കാൻ പലരും കണ്ടത് വരാം. പക്ഷേ അതൊന്നും സമാധാനത്തിന്റെ വാക്കുകളായി മാറില്ല. പക്ഷെ ദൈവ സാക്ഷാൽ സ്വസ്ഥത തന്നെങ്കിൽ സമാധാനം തന്നെങ്കിൽ അത് ദീർഘമായ സമാധാനമാകൂ. മോശയോട് ദൈവം പറയാണ്, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. കഴിഞ്ഞ അനേക നാളുകൾ നീ എനിക്ക് വേണ്ടി നടന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ സ്വസ്ഥത തരാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തോട് പറയണേറ്റ് ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവമേ നീ എന്നെ അറിയുന്ന ദൈവമാണ്. എന്നെ എനിക്ക് അങ്ങ് അറിയണം. മരിച്ചു അപ്പൊ മോശയ്ക്ക് പറയാനുള്ളത്, തിരുസാന്നിധ്യത്തോടുകൂടി പോരുന്നില്ലെങ്കിൽ നീ ഇവിടെ പുറപ്പെടുവിക്കും. നമ്മളവിടെ പറയും, പ്രാർത്ഥിക്കും, ദൈവം വന്നാലും വന്നില്ല, വന്നില്ലെങ്കിൽ ഞങ്ങളത് പോവുക. ഞങ്ങളുടെ വഴി എടുത്തിട്ടുണ്ട് അല്ലേ? ആ വഴിയിലൂടെ ഞങ്ങളെന്ത് തരാം, ഞങ്ങൾ പോവുക. നാം മോശ പ്രാർത്ഥിച്ചെന്താ? നിന്റെ സാന്നിധ്യം പോകണം. ദൈവത്തിന്റെ സാന്നിധ്യങ്ങളോട് പോരുക. ദൈവത്തിന്റെ തിരുവഴി നമ്മളെ അറിയിക്കുക. ദൈവം നമ്മളെ കാണിപ്പാണ്ടൊക്കെ നമ്മളെ ചെയ്യുക. എന്നോടും നിന്റെ ജനത്തോടും കൃപയാണ്. ഏതിനാൽ ഞാൻ അറിയും നീ ഞങ്ങളോട് പോരുന്നതിനാണ്. ദൈവങ്ങളെ നമ്മളോടുകൂടെ കർത്താവ് കാണും. പെന്തക്കോസ്തിൽ വന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ അറിയാൻ. നമ്മൾ നിന്ന സമൂഹങ്ങളിൽ ദൈവത്തെ വേണ്ടതുപോലെ നമുക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്നേഹിതന്മാരെ തീരാൻ നമുക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ വഴിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. നമ്മൾ പലരെയും നമ്മളെ വിശുദ്ധന്മാരായി അവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരാ. പക്ഷേ യഥാർത്ഥമായ വഴിയിലൂടെ നമ്മൾ കടന്നുകൊണ്ടപ്പോൾ മനസ്സിലായി, സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. ആ വഴി നമ്മളെ കാണിച്ചു അല്ലേ? ആ വഴിയിലൂടെ നമ്മൾ നടക്കുക. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കണം. പെന്തക്കോസ്ത് വന്നവർ പെന്തക്കോസ്തുകാരായി ജീവിക്കണം. ശക്തിയുടെ ബലത്തിന്റെ ആത്മാവിനായി ജീവിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി ജീവിക്കണം. അതെവിടെ കാണണം? നമ്മുടെ ആരാധനകളിൽ കാണും അല്ലേ? നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ കാണും. ശക്തരായി ദൈവം നമ്മളെ ഉപയോഗിക്കും. ഒന്നും അറിവില്ലാത്തതായി നമ്മളെ ദൈവം ശക്തീകരിക്കാനൊക്കെ നമ്മളെയായി തീരണം. അപ്പോ ദൈവത്തിന് നിന്റെ ജനത്തോടും എന്നോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളോട് കൂടെ നീ പോരണം. പറയണം. ദൈവത്തോട് അവകാശത്തോട് ചോദിക്കാൻ പറയാൻ കർത്താവ് വരും കേട്ടോ.
നമ്മൾ തനിച്ചു പോവുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. ദൈവമക്കളെ, ശക്തരായ ദൈവത്തെ ആരാധിച്ചു കൊള്ളണം. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നീ ആരാധിക്കും തോറും ദൈവത്തിന്റെ ബലം നിലവിൽ വ്യാപരിക്കുകയാണ്. ശക്തിയുടെ ബലത്തിന്റെ ആത്മാവിൽ വ്യാപരിപ്പാടുകൾ വായിച്ചു. നമ്മൾ വിശേഷതയുള്ളവരാ. ലോകം നമ്മളെ എതിർക്കും കേട്ടോ, ലോകം നമ്മളെ വെറുക്കും. പക്ഷെ നമ്മൾ ദൈവത്തിന് വിശേഷപ്പെട്ടവരാ. ഈ വിശേഷപ്പെട്ടവരെ ചേർക്കാനാണ് യേശു വരുന്നത്. കർത്താവിന് ഇവിടെ ഒരു നിക്ഷേപം ഉണ്ടെന്ന്, കർത്താവിന് ഒരു നിക്ഷേപത്തെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ നിക്ഷേപത്തെ ചേർക്കുന്നത് എങ്ങനെയാ? കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെ നമ്മുടെ കർത്താവ് ഈ ലോകം അറിയാതെ തന്റെ നിക്ഷേപത്തെ ചേർക്കുവാനെങ്കിലും എത്ര പേർ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു കർത്താവ് വന്നാൽ ഞാൻ നിങ്ങൾ എടുക്കപ്പെടുമോ? നമ്മൾ വിശുദ്ധമാകുന്ന ജീവിതം ജീവിച്ചിട്ടുണ്ടോ? പോട്ടെ, ദൈവത്തിൽ നിന്നും നിൽക്കാറുണ്ട്. നമുക്ക് അവിടെ താഴ്മലയേക്കുന്നത് രണ്ടാമതാണ് താഴ്മലയേറ്റത്. ഇന്ന് രാത്രിയിൽ നമ്മുടെ മരണമാണ് സംഭവിക്കുന്നെങ്കിൽ, മരണം എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരടി അകലം മാത്രമേ ഉള്ളൂ. അത് ചിന്തിക്കണം. ഒരടി അകലം മാത്രമേ ഉള്ളൂ. മരണവും ഞാനും യാത്ര ചെയ്യുന്നത് ഈ ഒരടി അകലത്തിന് മുമ്പിൽ. ആ മരണത്തിന് ഏത് സമയത്തും നിങ്ങളെ കടന്നു പിടിക്കാം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ മരണം സംഭവിക്കണമെങ്കിൽ യേശുവിനോട് നാം ചേരുവോ? അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ മരിച്ചാൽ, അല്ല ഇന്ന് എന്റെ കർത്താവ് വന്നാൽ ഞാൻ എന്റെ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുമോ? മരിച്ചാൽ ഞാൻ ദൈവത്തോടു കൂടെ ചേരുമോ? ഇത് നമുക്ക് ഉറപ്പുണ്ടാകണം. പെന്തക്കോസ്തിന്റെ ശക്തി എന്ന് പറയുന്നത് ഉയർപ്പിന്റെ ശക്തിയാണ്. യേശു ക്രിസ്തു ജനിച്ചതുകൊണ്ട് നമുക്കത് രക്ഷയുണ്ടായില്ല. യേശു ക്രിസ്തു അത്ഭുതം ചെയ്ത് നമുക്കത് രക്ഷയുണ്ടായില്ല. യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു എങ്കിൽ ഈ യേശുവിനെ പ്രസംഗിക്കാൻ നമ്മളെ ആരെ കിട്ടില്ലായിരുന്നു. യേശു അത്ഭുതങ്ങൾ ചെയ്തതല്ല, യേശു മരിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദൈവത്തെ വെളിപ്പെട്ടത്. അതുകൊണ്ടാണ് അവരുടെ സകല നാമത്തിലും പേരായ നാമം പിതാവായ ദൈവത്തിന് നൽകിയെന്ന്. സകല നാമത്തിനും പേരായ നാമം പിതാവായ ദൈവം കൊടുത്തതാണ്. യേശു ജനിച്ചതുകൊണ്ടോ, യേശുവിന് മുമ്പ് 30 വർഷം മുന്നേ ജീവിച്ചതുകൊണ്ടോ, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടോ എനിക്ക് നിങ്ങൾക്ക് രക്ഷയുണ്ടായില്ല. രക്ഷ എന്ന് പറയുന്നത് ക്രൂശിൽ അവസാനം കൊണ്ട് രക്തം വരെയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഊറ്റിത്തന്നപ്പോൾ മാനവജാതിയുടെ പാപത്തിന്റെ കറ, ആദാമിന്റെ പാപത്തിന്റെ കറ എന്റെ നിങ്ങളെ കഴുകിക്കളഞ്ഞത് നിർമ്മലമാകുന്ന രക്തത്താണ്. യെശയ്യാവ് ചോദിച്ചു, നിന്റെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. നമുക്ക് ചോദിക്കാം, യെശയ്യാവേ എങ്ങനെയാ ആദാമിനുണ്ടായ പാപം നീക്കിക്കളയാൻ കഴിയുന്നത്? യെശയ്യാവിന് ഒന്നറിയാം, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ എഴുതിയിരിക്കുക ആരോ വരും പുണ്യാക രക്തം തീരും. യെശയ്യാവിന് പറയാൻ സാധിക്കും. യെശയ്യാവിന് കിട്ടിയത് എഴുതിയതാ. പക്ഷെ പറയട്ടെ ദൈവമക്കളെ, യേശുവിന്റെ രക്തം പുണ്യാക രക്തം എന്നിൽ അവസാനം കൊണ്ട് രക്തം വരെയും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഊറ്റിത്തരുവാനിടയായി. ആ നിന്റെ പാപത്തിന്റെ കറ നീക്കി എന്നെ നിങ്ങളെ ദൈവമക്കളായി തീരുവാൻ ഇടയായി തീർന്നു. കാരണം നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യോഹന്നാൻ പറയുക, കാരണം നാം ദൈവമക്കളാണ്. ഉറപ്പ് വേണം, ശക്തി വേണം. ഇവിടെയുള്ള ദൈവങ്ങൾ പറയട്ടെ, ശക്തരായ ദൈവത്തെ ആരാധിച്ചോണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കറ പോലും പുരളാൻ പാടില്ല. ഈ വെള്ളവസ്ത്രത്തിൽ ഒരു കറ പുരണ്ടാൽ അത് ദൂരമേ അറിയാൻ സാധിക്കും, അല്ലേ? ആർക്കണ്ടാലും പറയും അവസരത്തിൽ. എന്നാൽ നമുക്കൊരു ഓർത്തോളം വിശുദ്ധന്മാരുടെ വെള്ളയാകുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ആ വസ്ത്രമുണ്ടല്ലോ, ദൈവം നൽകിയ തേജസ് ഉണ്ടല്ലോ, അതിനൊരു കറ പോലും പുരളാൻ ഇടയായിത്തീരരുത്. ശത്രു ബാധിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ നന്മയെ മുടക്കി കളയുവാനായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തരായ ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ഇടയായിത്തീരണം. അപ്പോൾ ദൈവത്തോട് നിൽക്കുവാനൊക്കെ ഇടയായിത്തീരണം. എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. ഇന്ന് രാത്രിയിൽ മോശ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ എനിക്ക് നിന്റെ തേജസ് ഒന്ന്
ചോദിക്കാം, യേശുവേ, ഈ രാത്രിയിൽ ഞങ്ങൾ കിടക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ഉറക്കത്തിലാകുമ്പോൾ അങ്ങയുടെ തേജസ്സ് എനിക്ക് വെളിപ്പെട്ടു വരണം. അങ്ങനോട് സംസാരിക്കണം. നല്ലൊരു സ്നേഹിതനായിട്ട്, നല്ലൊരു രക്ഷകനായി എന്റെ രക്ഷകൻ എന്റെ അടുക്കലേക്ക് കടന്നു വരണം. നിന്റെ തേജസ്സ് നിങ്ങൾ കാണണം. നമ്മുടെ ദൈവത്തെ കണ്ടാൽ ആര് പേടിപ്പിക്കുക? ഓരോരുത്തരും നിങ്ങൾ പേടിപ്പിക്കും. യേശുവിനെ കണ്ട് ആര് പിടിച്ചു? എന്നാൽ മറ്റുള്ള ദേവന്മാരെ നാം വിചാരിക്കുന്ന എനിക്ക് ആ ഒരു പ്രശ്നം ഞാൻ പറയാം. മറ്റുള്ള ദൈവം വിശ്വസിക്കുന്ന ദൈവം അവിടെ രാത്രികളായിരുന്നു പ്രത്യക്ഷപ്പെട്ട അവനെ പ്രാകാശത്തിൽ നിൽക്കാം അല്ലേ? അവരാരാധിക്കുന്ന അവരുടെ ദൈവത്തെ ആ രാത്രി അർദ്ധരാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ ദൈവങ്ങൾ രാത്രിയിലേക്ക് ഇറങ്ങി വന്നാൽ അവനൊക്കെ പ്രാകാശത്തിൽ നിൽക്കാം. മറ്റുണ്ടോ അല്ലേ? ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ അവരെ തോന്നും. പക്ഷെ നമ്മുടെ യേശുവിനെ കണ്ടാലുണ്ടല്ലോ, തേജസ് നമ്മുടെ മേൽ വ്യാപരിക്കുമെന്ന് മോശെയും ദൈവത്തോട് കൂടെ ആ ഓരോ പർവ്വതത്തിൽ ഇരിക്കാൻ 40 രാവും 40 പകലും വീണ് കഴിഞ്ഞപ്പോൾ തേജസ് അവന്റെ മേൽ ഇറങ്ങി വന്ന മോശയുടെ മുഖത്തേക്ക് അവർക്ക് നോക്കുവാൻ കഴിയില്ല. മോശയോട് പറയുക, ജനം പറയുക, നിന്റെ മുഖത്തൊരു മൂടുപടമിട്, ഞങ്ങൾക്ക് കാണാൻ നിന്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് തേജസ്സ. ദൈവമക്കളെ, നമ്മൾ തേജസ് പ്രാപിക്കാൻ പോവുകയാണ് കേട്ടോ. ഇന്ന് രാത്രി ഇവിടെ പറയട്ടെ, നമ്മളിപ്പോ ചിലപ്പോൾ നമ്മൾ പണിയും ചെയ്യും, അത് നമ്മുടെ മുഖമൊക്കെയും കരുവാളിപ്പ് ഒന്നും ഒക്കെ പല രീതിയിലായിരിക്കാൻ ഇരിക്കുന്നത്. പക്ഷേ തേജസ്സിന്റെ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ പാടാത്ത അത് ദൈവത്തിന്റെ തേജസ് നമ്മുടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തരായ ദൈവത്തെ ആരാധിക്കും. നമ്മുടെ ദൈവം നടക്കുന്നത് പോലെ തന്നെ നാം തേജസ്സിന്റെ മക്കളായി തീരുമാനം ശക്തരാണ്, ബലപ്പെടണം. ഇതൊക്കെയാണ് നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ. ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ 70, 80 അങ്ങനെ എത്രയോ പൈസ ദൈവം തന്ത്രി അങ്ങ് പോകും. ഏതെങ്കിലും നീരിയൊക്കെ അങ്ങ് പോകും. ചില കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വേദനകളും എല്ലാം സഹിക്കും. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്, എന്റെ കർത്താവിന്റെ കൂടെ ഞാൻ ചെന്ന് ചേരും. എന്റെ കർത്താവിനോട് കൂടെ ചേരും. അന്നെന്റെ അല്ലലെല്ലാം മാറും. എന്റെ കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയും. ഇന്ന് കരയുന്നുണ്ടായിരിക്കാം. രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നുകൊണ്ട് ദൈവമേ, എന്റെ സ്ഥിതി എന്താ എന്ന് ചോദിച്ചുകൊണ്ട് താൻ നിലവിളിക്കുന്ന ചില വിഷയങ്ങളില്ലേ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്ന പുതിയ മാതാപിതാക്കന്മാരെ ഞാൻ പറയട്ടെ, ദൈവം പറയുന്നു, നിന്റെ മകന് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്. നീ എന്നെ അന്വേഷിച്ചാൽ, നീ എന്റെ പിന്നാലെ വന്നാൽ ഞാൻ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതും. അപ്പൊ ദൈവം നമുക്ക് വേണ്ടി കരുതും കേട്ടോ. അപ്പൊ ദൈവത്തിന്റെ തേജസ് കാണാം. സ്നാനപ്പെട്ടെന്നോ 2 അന്യഭാഷ പറഞ്ഞെന്നോ കണ്ടെന്നോ സ്വർഗത്തിൽ ആരും പോവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. വിശുദ്ധമാകുന്ന ജീവിതം ജീവിച്ചോ. തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാണ് യേശു വരുന്നത്. ഞാൻ മുങ്ങി, ഞാൻ 2 അന്യഭാഷ പറഞ്ഞു, നോ, പോവില്ല. പോകണമെങ്കിൽ മുങ്ങിയൊക്കെ സമയം മുതൽ ഭാഗം നമ്മൾ ചെയ്തിരിക്കുന്ന സകലത്തിന് കണക്ക് പറയേണ്ടി വരും. സ്നാനപ്പെട്ട സമയം വരെയുള്ള സകല പാപങ്ങളും സമുദ്രത്തിന്റെ ആഴത്തിൽ ദൈവം ഇട്ടു. അവിടെ നിങ്ങോട്ട് സ്നാനക്കടവിൽ നിങ്ങൾ കയറിയ സമയം മുതൽ ചെയ്തിരിക്കുന്ന സകലത്തിന് കണക്ക് പറയണം. ഉടമസ്ഥന്റെ അടുത്ത് കണക്ക് പറഞ്ഞേ വിടുകയുള്ളൂ കേട്ടോ. അത് ഓർമ്മ വേണം. ഞാനൊരു പെന്തക്കോസ്തുകാരൻ എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം. നമ്മൾ ചെയ്യുന്ന ഓരോന്നിനും ദൈവാവസാനം നമ്മളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും. ആ ബോധ്യം നമ്മൾക്കുണ്ടെങ്കിൽ പാപം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ശക്തിയായ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ദൈവത്തോട് ചെയ്യാം. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. ഒരാൾക്ക് 10:21, 27, 22 വാക്യം. ഒരാൾ 10:10 വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം. അവർക്ക് ജീവൻ ഉണ്ടാകാൻ. യേശു അതെന്തിനാണ്?
ജീവനുണ്ടാകാനാണ്. മറ്റുള്ളവരെല്ലാം വന്ന് അറപ്പാനും മുടിപ്പാനും വന്നു. അവനെ വിളിച്ചു കയറ്റിയാൽ ആദ്യമേ പലതും തന്നത് വരും. തളിയപ്പുറത്തുന്ന പോലെ പലതും അവനെ വിളിച്ചാൽ തന്നത് വരും. വെളിപ്പുറത്തുണ്ടാവും. പിതാക്കന്മാർ പറഞ്ഞിട്ടില്ല, വെളിപ്പുറത്ത് തരുന്ന ആളുണ്ട്. അപ്പൊ വെളിപ്പുറത്ത് തരും. പക്ഷെ അവൻ പോകുന്ന സമയത്തുണ്ടല്ലോ മുഴുവൻ അവൻ എടുത്തോണ്ട് പോകും. നിന്നെ അറപ്പാനും മുടിപ്പാനും വരുന്നത്. എന്താ? യേശു വന്നത് നിനക്ക് ജീവൻ പ്രാപിക്കാനാ, നീ ശക്തി പ്രാപിക്കാനാ, നീ ദൈവത്തോട് ചേർന്നിരിക്കാനാ. വയസ്സുണ്ടാവും സമൃദ്ധിയായ ജീവൻ തരാൻ. മറ്റൊരുത്തരും പറയാത്ത കാര്യമാണ്. ഒരു ദേവനും പറഞ്ഞിട്ടില്ല. ശക്തിയോടെ പറയാം. ഒരുത്തരും പറഞ്ഞില്ല എന്ത് ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാമെന്ന്. മറ്റുള്ളവരൊക്കെ പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞ നിത്യജീവൻ, നമുക്കിത് സമൃദ്ധിയായ ജീവൻ. എന്റെ ഈ ശരീരത്തിൽ, ഈ കൂടാരത്തിൽ നിന്ന്, ഈ മൺമയമായ ഈ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ദൈവം തന്ന ശ്വാസം തിരിച്ചെടുത്താൽ ഈ ശരീരം നാളെ ഈ നേരത്തിന് മുമ്പ് കൊണ്ടുപോയി മോർച്ചറിയിൽ വെച്ചില്ലെങ്കിൽ എന്റെ ശരീരം ഈ സമയത്ത് നാരാൻ തുടങ്ങും. മോർച്ചറിയിൽ ഇരിക്കാതെ അവിടെ ഇരുന്നോളൂ. ഒരാഴ്ച രണ്ടാഴ്ച ഇരിക്കില്ലേ, പൈസ ഉണ്ടാകും അവിടെ. എന്നാൽ മോർച്ചറിയിൽ വെക്കാതെ വെച്ചാൽ ഈ സമയമാകുന്നതിന് മുമ്പ് അടക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, ക്രമിക്കാൻ തുടങ്ങും, നാറ്റം വരാൻ തുടങ്ങും, ഇത് മണ്ണൊഴി. അപ്പൊ ഈ ശ്വാസം ഒരു കാര്യം ഓർമ്മ ആരാധനാണ്. ദൈവം മനുഷ്യനെ, മാതാവിനെ ദൈവം മണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. എത്ര നാള് ആ സൃഷ്ടി അവിടെ കിടന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവം സൃഷ്ടിച്ച മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ ശ്വാസം ദൈവം ഊതിവിട്ടു. അതാണ് ആത്മാവ്. ഈ ശ്വാസമാണ്. മനസ്സിലായത്? ഈ ശ്വാസം എപ്പോൾ നമ്മൾ അങ്ങോട്ട് വിടുന്ന ശ്വാസം തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം പറയും, ഞാനത് തിരിച്ചങ്ങ് എടുത്തിരിക്കുകയാണ്, പോയേ പറ്റൂ. അല്ലേ? ഈ ശ്വാസത്തിന്റെ ഉടമസ്ഥൻ ഈ ശ്വാസം തിരിച്ചെടുക്കുമ്പോൾ അങ്ങോട്ട് പോകും. പക്ഷെ ഈ ശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അത് ദൈവത്തിന്റെ ശ്വാസമാ. ഈ ശരീരം മണ്ണിലേക്ക് എടുത്തതാണ്, ഇത് മണ്ണിലേക്ക് തിരികെ ചേരും. എന്നാൽ ദൈവത്തിന്റെ ശ്വാസം വിണ്മയമായ ഒരു ശരീരം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ശരീരത്തിലേക്ക് ഈ ശ്വാസം ചെന്ന് കയറുക. ആ ശ്വാസമാണ് നമ്മളെ വീണ്ടും പുതിയ സൃഷ്ടിയാക്കി നമ്മളെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദ്രവ്യത്വമുള്ള അദ്രവത്തെയും മധ്യമായ അമർത്തത്തെയും ധരിക്കണം. ഈ മധ്യമായത്, ഈ ശരീരം ചീഞ്ഞു പോകുന്നത്, ഇത് നാറിപ്പോകുന്നത് എന്ന അമർത്ഥമായത് നമുക്ക് അറിയാം. ഒരു വിണ്മയമായ ഒരു ശരീരം. ആ ശരീരത്തോടുകൂടി നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാം. ഈ ചെറിയ ശരീരത്തിൽ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? കർത്താവ് പുതിയതായ ശരീരത്തിന്റെ വിണ്മയമായ ശരീരത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ കാണാം. കുഞ്ഞാട് വേദനയും നമുക്ക് അവനെ അനുഗമിക്കുവാനൊക്കെ ഇടയായിത്തീരും. അങ്ങനെ യുഗായുഗങ്ങൾ ഇവിടെ 70 80 വർഷം ജീവിച്ചാൽ യുഗായുഗങ്ങൾ കോടാനുകോടി വർഷം നമ്മുടെ കർത്താവിനോടുകൂടെ നമുക്ക് വസിപ്പാണ്ടൊക്കെ ഇടയായിത്തീരും. അതിനുള്ള ഒരു മേഖലയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് നിന്റെ തേജസ്. 1 വായിച്ചപ്പോൾ 27 22 വായിച്ചപ്പെട്ടിട്ടുണ്ട്. 27 10 27 20 10 27 28. അപ്പം ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞെങ്കിൽ അവന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേട്ട് ദൈവത്തെ അനുസരിപ്പാണ്ടൊക്കെ മടിയായി തീരട്ടെ. അവർക്ക് എന്ത് ചെയ്യാം? നിത്യജീവൻ കൊടുക്കുന്ന ദൈവം എന്നുള്ള വായിച്ചു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അവൻ ഒരു നാളും നശിച്ചു പോവുകയില്ല. ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കില്ല. നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമ്മെ ആർക്കും പിടിച്ചു പറിക്കുവാൻ കഴിയും. ഒരു സാത്താൻ നമ്മളെ പിടിക്കില്ല. ഞാനിങ്ങനെ സഭകളിൽ പറയാറുണ്ട്, ഞാൻ ഓരോ ചില പറയാറുണ്ട്, തീക്കട്ടെ ഒരിക്കലും ഉറുമ്പരിക്കൂ. തീക്കട്ടെ ഒരിക്കലും ഉറുമ്പിനെ അരിക്കാൻ പറ്റില്ല. കാര്യമില്ല. അങ്ങോട്ട് അരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അറിയാം, വിവരം അറിയാം. അല്ലേ?
അവ കരിഞ്ഞു പോകരുത്. ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് നല്ല തീകൃഷ്ണമായി നിൽക്കുന്നെങ്കിൽ നിന്റേതായ ഒരു ശത്രു വരില്ല. ഇന്ന് ദൈവമക്കളെ ഭൂതം കയറി ഇറങ്ങുക. എന്താ കാര്യം? ജീവിത വിശുദ്ധിയില്ല അല്ലേ? എന്നാൽ ഇവിടെ അവർ വായിച്ചതെന്ന ദൈവത്തോടു കൂടി അനുരൂപപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ശക്തി അവയെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു വലിക്കാൻ കഴിയില്ല. ആരും പിടിച്ചു വാങ്ങില്ല. ശക്തിയോട് ദൈവം പറയുക, എന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചു പോകില്ല. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരുത്തരെ സാത്താൻ പിടിക്കില്ല. ദൈവത്തിന്റെ കൈ വിട്ട് കഴിയുമ്പോഴാണ് സാത്താനിനെ പിടിച്ചോട് പോകുന്നത്. ജീവിത പെശക് വരുമ്പോൾ സാത്താൻ പറയും നമുക്ക് യാത്ര ചെയ്യാന്ന് പറയും. അങ്ങനെ സാത്താൻ പറയും. ഇതൊക്കെ പന്തക്കോസിലെ ഒരു പരിപാടിയാണ്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഞാൻ പറയുന്നത്, തീക്കട്ടെ ഒരിക്കലും ഉറുമ്പിലേരിക്കുവാൻ കഴിയില്ല. നീ ഒരു തീ കഷ്ണമായി നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവവൈതലെങ്കിൽ ദൈവവൈതലെ നിന്നമേൽ ഓരോ ശത്രു, ഓരോ അന്ധകാര ശക്തിയും ഒരു സാധാ ശക്തിയും നിന്റെ മേൽ കടന്നു വരികയില്ല. ദൈവം നിനക്കും നിന്റെ ഭവനത്തിന് ചുറ്റും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും ദൈവം ഒരു തീമതിരായി നിൽക്കുവാൻ ഇടയായിത്തീരും. അവൻ ശക്തിയുടെ ബലമുള്ള ദൈവമാണ്. അവൻ ബലത്തിന്റെ ബലം നമ്മുടെ പേരുണ്ട്. ആകെ ദൈവം ഏൽപ്പിച്ചുകൊണ്ട് അവൻ നമുക്കൊരു തീമതിരായി നമ്മുടെ കർത്താവ് നമുക്ക് നിൽക്കുന്നത് കൊണ്ട് ദൈവമായി കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. എനിക്ക്